എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചീരത്തോരനാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഒരു ചീരത്തോരൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീര ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ആദ്യം തന്നെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചോപ്പ് ചെയ്തെടുക്കണം. നല്ല വളരെ കുനുകുനാന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ടിംഗ് ബോർഡ് സൂപ്പറാട്ടോ. ഇതിനകത്ത് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി അരപ്പിനാവശ്യമായിട്ടുള്ള നാളികേരം, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതെല്ലാം എടുത്തിട്ടിട്ട് കുറച്ച് ജീരകം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. നമുക്ക് ആദ്യം തന്നെ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറായിരിക്കും ഈ എണ്ണയിൽ കിടന്ന് കറിവേപ്പില മൂക്കുമ്പോൾ. ഇനി നമുക്ക് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചീരയും ചീരയുടെ മറ്റേ തണ്ട് ഉണ്ടല്ലോ, അത് ഞാൻ വളരെ തിന്നായിട്ടാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ഒപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ്. ഉപ്പ് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, നമുക്ക് പിന്നെയും ഇടാം. കൂടി പോകാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചിട്ട് കൊടുക്കണുള്ളൂ. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണ്ട കേട്ടോ. അതിനുശേഷം തുറന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇതിനകത്തോട്ട് ഒരു 3 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എരിവ് അധികമാവണ്ട. തോരനല്ലേ, തോരനൊക്കെ അധികം എരിവ് ഉണ്ടാവാറില്ലല്ലോ. നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിനകത്തോട്ട് വെള്ളമൊന്നും ആവശ്യമില്ല കേട്ടോ. വെള്ളം ദേ ചീരയിൽ നിന്ന് നല്ലോണം ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ നടുക്കെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ, അരപ്പല്ല, ഇതിൻ്റെ ഒരു തേങ്ങ ഒന്ന് പതുക്കെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തേക്കണത്, അത് ഇതിനകത്തോട്ട് ഇപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചീരത്തോരൻ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പിന്നെ നമ്മുടെ ഫുഡിനകത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമായിട്ടാണ് ചീര. നമ്മൾ പലർക്കും കഴിക്കാൻ മടിയാണ്. പിള്ളേർക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല മടിയാണ്. എന്നാലും ഇത് കഴിക്കുന്നത് നമ്മുടെ കണ്ണിനും മുടിയുടെ വളർച്ചയ്ക്കുമൊക്കെ നല്ല ഒരു കറിയാണ് കേട്ടോ അത്. ആഴ്ചയിലൊരു 3 ദിവസമെങ്കിലും ചീര കഴിക്കണത് നല്ലതായിരിക്കും. ഇതിനൊന്ന് മൂടി വെക്കാം കേട്ടോ. അത്രയധികം വേവില്ല നമുക്ക് ചീരയ്ക്ക്. ചീരയുടെ ആ തണ്ട് ഉണ്ടല്ലോ, അതും പരമാവധി സ്ലൈസ് ചെയ്താണ് അരിഞ്ഞേക്കണത്. അപ്പോൾ അതൊന്നും ആയി കിട്ടേണ്ട താമസമേ ഉള്ളൂ കേട്ടോ. ചീര കഴിക്കാൻ മടിയുള്ളവർക്കും ഇങ്ങനെ ഒരു തോരൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കഴിക്കാം കേട്ടോ. ഊണിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും ഇത്. വെള്ളമൊക്കെ വറ്റി വന്ന് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചാനൽ മെയിനായിട്ട് കുക്കിംഗ് ചാനലാണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോസൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കാറില്ല. ഇനി ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതാ ഒന്നും കൂടി മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. എന്നിട്ട് തുറന്നൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചീരത്തോരൻ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
എത്ര ചീര കഴിക്കാൻ മടിയുള്ളവർക്കും ഇങ്ങനെ ചീരത്തോരൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടാവും ട്ടോ അത് ഈ രീതിയിൽ. എല്ലാവരും മസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്ടോ ചീര കിട്ടിക്കഴിഞ്ഞാൽ. ഇത്തിരി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട കേട്ടോ. ഉപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനകത്ത്, തേങ്ങ ഒതുക്കിയത്. അപ്പോൾ അതിനും കൂടി ആവശ്യമായ ഉപ്പുണ്ടോ എന്നൊന്നും കൂടി നോക്കാം. എനിക്കിത്തിരി കുറവായിട്ട് തോന്നിയിട്ടാ, അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് പരമാവധി കറികളിൽ ഇടുമ്പോൾ ആദ്യം കുറച്ച് ചേർക്കാൻ നോക്കാം. പോരെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചീരത്തോരൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പിലയൊക്കെ വിതറി ഇത് അലങ്കരിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല കിടിലൻ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.